الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم إني لأنقلب إلى أهلي فأجد تمرة ساقطة على فراشي فأرفعها لآكلها إلى آخر الحديث أو كما قال شفيعنا رسول الله صلى الله عليه وسلم. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم يعلمون بموجبها يا أرحم الراحمين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الله رب العالمين പരിശുദ്ധവും പരിപാവനവുമായ ദീനമായ ദിവസത്തിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ഭവനീയമായ സ്വർഗ്ഗത്തിൽ അല്ലാഹു നാമുമായി ബന്ധപ്പെട്ട എല്ലാ വിശ്വാസികളെയും അല്ലാഹു കുറിപ്പിക്കട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ എല്ലാ സർവ്വ അപരാധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളൽ കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തിരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിത പാപരഹിതമായി അധിഷ്ഠിതമായി ജീവിക്കാൻ അല്ലാഹു നാമുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നാം കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത് ഹലാലായ സമ്പത്തിനെ കുറിച്ചായിരുന്നു. എന്താണ് ഹലാലായ സമ്പത്ത്? നാം സമ്പാദിക്കേണ്ടത് ഹലാല് മാത്രമേ ആകാൻ പാടുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പരിശുദ്ധമായ സമ്പത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. നാം ചർച്ച ചെയ്തു. ഒരുവനിലേക്ക് ഹറാം കടന്നു വന്നാൽ എന്താണ്, എന്ത് ഭവിഷ്യത്താണ് അവൻ സംഭവിക്കുക, അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ ചർച്ച ചെയ്യാമെന്നാണ് നാം പറഞ്ഞു നിർത്തിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തിനെ പരിശുദ്ധമാക്കുക, ആ സമ്പത്ത് നാം ഭക്ഷിക്കുന്നതും നമ്മുടെ മക്കൾക്ക് ഭക്ഷിപ്പിക്കുന്നതും നമ്മുടെ മാതാപിതാക്കളെ ഭക്ഷിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ഉപയോഗിക്കുന്നതും ഹലാലായിരിക്കണം. ഹലാലാണെന്ന് മാത്രം നമുക്ക് ബോധ്യമുണ്ടോ? ഒരു ഹറാമിന്റെ പൈസ പോലും നമ്മളിലേക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, യഅതി അലന്നാസി സമാൻ യഅതി അലന്നാസി സമാൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അം മിനൽ ഹലാലി അം മിനൽ ഹറാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ ഒരു സഹാബ അന്ന്
ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ താൻ സമ്പാദിക്കുന്നത് എന്നതിന് യാതൊരു പരിഗണനയും അന്നുള്ള ജനങ്ങൾ കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ കാലഘട്ടത്തിലൂടെയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ സമ്പാദിച്ച് തന്റെ മക്കൾ കൊണ്ടേ കൊടുക്കുന്നത്, താൻ ധരിക്കുന്ന വസ്ത്രം തന്റെ മാതാപിതാക്കൾ കൊടുക്കുന്നത്, താൻ ഉപയോഗിക്കുന്ന സമ്പത്ത് ഇതെല്ലാം ഹലാലാണോ എന്ന് ആരാണെന്ന് നോക്കാറുള്ളത്? അന്യന്റെ ഒരു മുതൽ പോലും, ഒരു പൈസ പോലും, ഒരു ദിർഹം പോലും, ദീനാറ് പോലും എന്റെ പോക്കറ്റിൽ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഏത് മനുഷ്യനാണുള്ളത്? പ്രിയമുള്ളവരെ, ഹറാമ് നമ്മുടെ സമ്പത്തിലേക്ക് കലർന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒന്നാമതായിട്ട് നമ്മളിൽ നിന്ന് കളഞ്ഞിയ, ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ നഷ്ടമാക്കി കളയും. നമ്മുടെ സമ്പത്തിൽ ഹറാം ഉണ്ടായാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തി കളയുന്നത് ബറക്കത്തിനെ നഷ്ടപ്പെടുത്തി കളയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖാ ഫഇൻ സദ്ദഖാ വബയ്യനാ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. രണ്ട് കച്ചവടക്കാർ, അവര് വാങ്ങുന്നവരും വിൽക്കുന്നവരും, അവരുടെ ഇടയിൽ സ്വാതന്ത്ര്യമുണ്ട്. അത് വാങ്ങാനും വിൽക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അവർ നല്ല രീതിയിലാണ് ആ കച്ചവടം നടത്തിയതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കും. വഇൻ കദ്ദബാ വകതമാ, ആ കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്ത രീതിയിൽ അവൻ ആ കച്ചവടത്തിന് ന്യൂനത മറച്ചു വെക്കുകയും ആ കച്ചവടത്തിൽ വഞ്ചനയും ചതിയും കാണിക്കുകയാണെങ്കിൽ മുഹബ്ബത്ത് ബറക്കത്ത് ബൈഇഹിമാ, ആ കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിനെ മായ്ച്ചു കളയും. പിന്നെ അവന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവൂല, അവന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവൂല, അവന്റെ സന്താനങ്ങളിൽ ബർക്കത്തുണ്ടാവൂല, അവന്റെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല. അവന്റെ സമ്പാദ്യം ഹറാമാണ്. പിന്നെ രോഗമാണ്, അസുഖമാണ്, എന്റെ സമ്പത്തിൽ എനിക്കൊരു ബർക്കത്തില്ല, എന്റെ എപ്പോഴും അസുഖമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പിന്നെ ലഭിച്ചിട്ട് കാര്യമില്ല. ആ ഹറാമായ സമ്പത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായ രീതിയിൽ അനാവശ്യമായി ചെലവഴിക്കേണ്ട അവസ്ഥ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിനെ എടുത്തു. രണ്ടാമതായിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹറാമായ സമ്പത്താണ് ഒരുവനുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ പ്രാർത്ഥനയെ സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു പരിശുദ്ധവാനാണ്, ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹു പരിശുദ്ധമായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറൽ മുസ്ലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. ബിമാ അമറ ബിൽ മുർസലീൻ, മുർസലീങ്ങളോട് നബിമാരോട് ഏതൊന്നുകൊണ്ടാണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കൽപ്പിച്ചിട്ടുള്ളത്, ആ ഒന്നുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ നിങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുകയാണ്. യാ അയ്യുഹാ റസൂലു ഖുലൂ മിൻ ത്വയ്യിബാതി വഅമലൂ സാലിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട്, മുർസലീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത്, അല്ലയോ മുർസലീങ്ങളെ, ഖുലൂ മിൻ ത്വയ്യിബാത്, നിങ്ങൾ പരിശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കാവൂ. പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധമായത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവുള്ളൂ. വഅമലൂ സാലിഹാ, എങ്കിലും നിങ്ങളുടെ സൽക്കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകും. നല്ലത് ചെയ്താലേ നല്ലത് കിട്ടുമെന്ന് നമ്മൾ പറയാറില്ലേ? ഖുർആൻ പറയുന്നുണ്ട്, വൽബദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നല്ല സ്ഥലത്തെ നല്ല വിളവെടുപ്പ് വരെയുള്ളൂ. അതുപോലെ തന്നെ നല്ല ഹലാലായ സമ്പാദ്യം നമ്മുടെ ഉള്ളിലേക്ക് പോയാല് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്തുണ്ടാവുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീനോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കാവുള്ളൂ. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീനോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ
طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ റിസ്കിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിച്ചതിനെ, ശുദ്ധമായതിനെ മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവുന്ന പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് മാത്രമേ വരാൻ പാടുള്ളൂ, ഹലാൽ മാത്രമേ വരാൻ പാടുള്ളൂ. എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മം അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആയത്തിനെ അവിടുന്ന് ഓതപ്പെടുകയാണ്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബാ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിലുള്ളതിൽ നിങ്ങൾ പരിശുദ്ധമായതിനെ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ശുദ്ധമായതിനെ, ഹലാലായതിനെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. ഉടനെ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉദ്ഉല്ലാഹ അയ്യജഅലനി മുസ്തജാബുദ് ദഅവാ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ അങ്ങ് അവിടുന്ന് ദുആ ചെയ്യണേ നബിയേ. ഹബീബായ പ്രവാചകനോട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സഅദ്, ഏ സഅദേ, അത്ഇബ് മത്അമക തകുൻ മുസ്തജാബുദ് ദഅവാ. നിന്റെ ഭക്ഷണത്തിൽ നിന്ന് നിന്റെ സമ്പത്ത് ഹലാലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല, എങ്കിൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഹറാം ഉള്ളിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും സ്വീകരിക്കില്ല. നിസ്കരിക്കുന്ന മുസ്ലിമേ, എന്തിനാണ് നമുക്ക് ഹറാം? ആ ഹറാമായ മുതൽ നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് നാം നിസ്കരിച്ചാൽ, നാം അമലുകൾ ചെയ്താൽ, ഇബാദത്ത് ചെയ്താൽ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങളെ ഉയർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അത് പള്ളിയുടെ മസ്ജിദിൽ വന്നിരുന്നാലും, അത് മക്കത്ത് പോയാലും മദീനയിൽ പോയാലും, ഏത് പുണ്യ സ്ഥലത്ത് പോയി ദുആ ചെയ്താലും നിന്റെ അകത്തളത്തിൽ ഹറാമാണോ കിടക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ദുആയെ സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ് പ്രിയമുള്ളവരെ? വമതഅമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം വമുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ദാലിക്. അവന്റെ വയറ്റിൽ കിടക്കുന്നത് ഹറാമാണ്, ഹറാമായ സമ്പാദ്യമാണ് അവന്റെ വയറ്റിൽ കിടക്കുന്നത്. അവന്റെ മക്കളുടെ വയറ്റിൽ കിടക്കുന്നത് ഹറാമാണ്, അവന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് ഹറാമാണ്. ഹറാമായ സമ്പാദ്യമാണ് ഇവൻ അധ്വാനിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ആ ഹറാമായ സമ്പാദ്യത്തിലൂടെയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഈ മക്കൾ തന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ ഹറാം വയറ്റിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂല. പിന്നെ എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല ഉസ്താദ്, ഞാൻ കുറെ ദുആ ചെയ്യുന്നു, ഞാൻ കുറെ സമ്പാദിക്കുന്നുണ്ട്. ചിലരുടെ കച്ചവടങ്ങളൊക്കെ വലിയ വലിയ മേഖലകൾ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എത്രയാണെങ്കിലും അവരുടെ കടങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ മാറിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? സമ്പാദത്തിൽ ഹറാം കലർന്നു വരുന്നുണ്ട്, നോക്കാറില്ല. അതാണ് ബറക്കത്തില്ലാത്തതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഹറാം സമ്പാദിച്ചാൽ കിട്ടുന്ന പണിയാണ്. എപ്പോഴെപ്പോഴും മോശമായ അവസ്ഥയിൽ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളായി സമ്പത്ത് ചെലവഴിച്ചു പോവുക, ഒന്നും മിച്ചം പിടിക്കാൻ ബാക്കിയില്ല. എന്താണ്? നമ്മുടെ സമ്പത്തിൽ ഹലാൽ മാത്രം സൂക്ഷിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാണെങ്കിൽ അല്ലാഹു ദുആ സ്വീകരിക്കില്ല. വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാമിയാനുള്ള വസ്ത്രമാണ്, അവൻ ധരിച്ചിരിക്കുന്നത് ഹറാമായ സമ്പത്തിൽ നിന്നുള്ള വസ്ത്രമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആയും അവന്റെ സൽക്കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും.
കിതാബിൽ കാണാം, ഒരാളുടെ 10 ദിർഹമിന് അല്ലെങ്കിൽ നമ്മുടെ കണക്ക് വെച്ച് ഒരു 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഒരു ഷർട്ട് വാങ്ങിച്ചു, അതിൽ 90 രൂപയും അവൻ ഹലാലിനാണ്, 10 രൂപ അത് ഹറാമിനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം സ്വീകരിക്കൂല. ആ വസ്ത്രം ഇട്ടുകൊണ്ട് ഹജ്ജ് ചെയ്താലും ശരി, ഉംറ ചെയ്താലും ശരി, എന്തൊക്കെ ചെയ്താലും ശരി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിന്റെ സൽക്കർമ്മവും നിന്റെ ദുആയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമശ്റബുഹു ഹറാം വഉദിയ മിൻ ഹറാം, അവന്റെ പാനീയം ഹറാമാണ്, അവൻ ഹറാമിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫഅന്നാ യുസ്തജാബു ദാലിക്, പിന്നെ എങ്ങനെയാണ് അവന്റെ ദുആയെ സ്വീകരിക്കുക? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അങ്ങനെയുള്ളവന്റെ ദുആയെ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹറാമിനാലാണ് അവന്റെ ഭക്ഷണവും അവന്റെ പാനീയവും അവന്റെ വസ്ത്രവും. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആയും അവന്റെ നമസ്കാരങ്ങളും അവന്റെ നോമ്പുകളും അവന്റെ ഖുർആൻ പാരായണങ്ങളും അവന്റെ സ്വാലിഹായ സൽക്രമങ്ങളും അല്ലാഹു എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക? വളരെയധികം ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ ഒരു കച്ചവടത്തിലേക്ക് കടക്കും അല്ലെങ്കിൽ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ക്ലിയർ ആവുക എന്താണ്? പരിശുദ്ധമായ സമ്പത്താണ്. ഇല്ല എങ്കിൽ അതിനകത്ത് ഇച്ചിരിയെങ്കിലും ഹറാം വന്നിട്ടുണ്ട്, അന്യന്റെ സ്വത്ത് ഇച്ചിരിയെങ്കിലും അവൻ അറിയാതെ എങ്ങനെയെങ്കിലും വന്നിട്ട് പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കൂല. വളരെയധികം സൂക്ഷിക്കേണ്ടതും വളരെയധികം ഗൗരവമേറിയ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്താലും ശരി അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കില്ല. കാരണം ഇന്നല്ലാഹ തയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവാനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്, ലാ യഖ്ബലു അല്ലാഹു സ്വലാത ഇംറിഇൻ വഫീ ജൗഫിഹി ഹറാം ഹത്താ യതൂബ ഇലല്ലാഹി തആല മിൻഹു. ഒരാളുടെ ഉള്ളിൽ ഹറാമാണ് കിടക്കുന്നതെങ്കിൽ ആ ഹറാം ഉണ്ടായിരിക്കെ അല്ലാഹുവിലേക്ക് പശ്ചാത്താപിച്ചു മടങ്ങുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നമസ്കാരങ്ങളോ അവന്റെ നോമ്പോ അവന്റെ ഇബാദത്തുകളോ സ്വീകരിക്കില്ലെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. ചിന്തിക്കണം, നമുക്ക് പറയാൻ പറ്റുമോ? കാരണം കാലഘട്ടം വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളിലേക്ക് നമ്മൾ അറിയാത്ത ചിലപ്പോൾ ഹറാം വന്നിരിക്കാം, ഏതേലും വകുപ്പിലും ചിലപ്പോൾ വന്നിരിക്കാം. പൈസ കിട്ടുമ്പോൾ മനുഷ്യൻ എങ്ങനെ ആഗ്രഹിച്ചത് അത് വാങ്ങിച്ചു, അതെങ്ങനെയും കൂടുതൽ നേടിയെടുക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഹറാമാണെന്ന് ആരും നോക്കാറില്ല. പൈസ അല്ലേ കുറെ കിട്ടുന്നുണ്ട്, എനിക്ക് അർഹതപ്പെട്ടതല്ലേ എങ്കിലത് വേണ്ട എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. ആരാന്റെ പറമ്പിലെ സാധനമല്ലേ അതെനിക്ക് വേണ്ട, ആരാന്റെ സ്വത്തല്ലേ അതെനിക്ക് വേണ്ട എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ മക്കൾക്കും അങ്ങനെ അത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ സൂക്ഷിച്ചവരായിരുന്നു സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അജ്മഈൻ. മിക്ക ദിവസങ്ങളും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു സഹാബി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ചാടി ഇറങ്ങി പോകുന്നു. ദുആയിക്കോ ദിക്റിനോ തസ്ബീഹിനോ തഹ്മീദിനോ തഹ്മീദിനോ ഒന്നും ഇരിക്കുന്നില്ല. പെട്ടെന്ന് നിസ്കാരത്തിന് സലാം വീട്ടുന്നു, പെട്ടെന്ന് ഇറങ്ങി പോകുന്നു. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചാരത്തേക്ക് വിളിച്ചിട്ട് ആ സഹാബിയോട് ചോദിക്കുകയാണ്, എന്തേ നിനക്ക് ദുആ വേണ്ടേ? നിനക്ക് ദിക്ർ ചൊല്ലണ്ടേ? നിനക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? ഉടനെ ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ചോദിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പ്രവാചകരെ, എനിക്ക് ചോദിക്കാൻ ഒരുപാടുണ്ട്, എനിക്ക് ദിക്ർ ചൊല്ലാനുണ്ട്, അതുപോലെ നിത്യമായ ഓരോ സൂറത്തുകൾ എനിക്ക് ഇവിടെ ഓതാനുണ്ട്. പക്ഷേ ഞാൻ ഈ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ എന്റെ വീട്ടിലേക്ക് പോയില്ല എങ്കിൽ പട്ടിണി കിടക്കുന്ന എന്റെ മക്കളെങ്ങാലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അയൽവക്കത്ത് ജൂതന്റെ പറമ്പിലുള്ള വൃക്ഷം എന്റെ അടുക്കലേക്ക് എന്റെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഈന്തപ്പന മരം, ആ ഈന്തപ്പന മരത്തിലെ ഈന്തപ്പഴമെങ്ങാലും എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യത്താൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവര് കഴിച്ചു പോയാൽ അത് ഹറാമിന്റെ സ്വത്തല്ലേ, ആ ജൂതനെ പൊരുത്തപ്പെട്ട് തരികയില്ലല്ലോ എന്നോർത്തുകൊണ്ട് ആ മക്കളെ അതിനെ തടയാൻ വേണ്ടിയാണ് നബിയെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ട അനുയായി പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം. അയൽവക്കത്തെ ഒരാളുടെ ഒരു ഈന്തപ്പഴം പോലും ഒരു പഴം പോലും എടുക്കാൻ തന്റെ മക്കളുടെ വയറ്റിലേക്ക് ഹറാം വന്നാൽ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ അല്ലാഹു ഖബൂലാക്കും? ആ മക്കളെങ്ങനെ നന്നാവും? ആ മക്കളെങ്ങനെ രക്ഷപ്പെടും?
അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സക്കാത്ത് അവിടുന്ന് സ്വീകരിക്കില്ല. പ്രവാചകന്മാർക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റില്ല, ഹദികൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാം, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഒരു ഈന്തപ്പഴം എന്റെ വിരിപ്പിൽ കിടക്കുന്നത് ചിലപ്പോൾ ഞാൻ കാണും. പക്ഷേ ഞാൻ അതിൽ നിന്ന് കഴിക്കില്ല. കാരണം ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത് അത് സക്കാത്തിന്റെ വകയിൽ പെട്ടതാണോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ആ ഈന്തപ്പഴം എടുത്ത് കഴിക്കില്ലെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സക്കാത്തിന്റെ മുതലാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെട്ടതല്ലോ സമ്പത്ത്, എനിക്ക് അർഹതപ്പെട്ടതല്ല ഈന്തപ്പഴം, എനിക്ക് അർഹതപ്പെട്ടതല്ല മിഠായി, എങ്കിൽ പോലും അത് കഴിക്കാൻ പാടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ചിന്ത പോകുന്ന അങ്ങനെയല്ലല്ലോ. ഒരു മിഠായിലൂടെ അല്ലെങ്കിൽ ഒരു ഈന്തപ്പഴം ഉറപ്പില്ല, അല്ലെ 10 രൂപ കട കൊടുക്കാണ്ട് വാങ്ങിച്ചത് അത് പിന്നെ തരാം, പിന്നെ അവൻ ഓർക്കൂല. പാവ ഇദ്ദേഹം മറന്നു പോയാൽ പിന്നെ ഒരിക്കലും എന്താണ് അത് കൊടുത്തിട്ടുണ്ടാവൂല, നാളെ പരലോകത്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആരാന്റെ പറ്റിച്ച് 1 കിലോയോ 1 കിലോ തൂക്കം വെച്ച് എടുത്തുകൊണ്ട് പോണ സാധനം, അല്ലെങ്കിൽ അരസന്റെ കാസിന്റെ തട്ടിപ്പറിച്ചോ, അല്ലെങ്കിൽ എന്താണ് അധികാരത്തിന്റെ മേലോ, അല്ലെങ്കിൽ എന്താണ് വലിയ നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിയായതിന്റെ പേരിലോ അതിന്റെ വാങ്ങിച്ചെടുക്കും പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ അപഹരിച്ച് ആ സ്വത്തുകൾ എടുത്തുകൊണ്ടിരിക്കും, അവരൊന്നും മിണ്ടുകയില്ല. ഈ ഹറാമാണ് ഇവർ തിന്നുകൊണ്ടിരിക്കുന്നതും കുടിച്ചുകൊണ്ടിരിക്കും, സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ല യഖദിഫു ലുഖ്മതൻ ഹറാമ ഫീ ജൗഫിഹി. ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിൽ നിന്നല്ലാതെ ഹറാമിൽ നിന്നെങ്ങാനും ഭക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസത്തേക്ക് അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹറാം എന്നൊരു ഉരുള അവന്റെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നമസ്കാരത്തെ സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വഅയ്യുമാ അബ്ദിൻ നബത ലഹ്മുഹു മിൻ സുഹത്തിൻ ഫന്നാർ ഔലാ ബിഹി. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിന്റെ വളർച്ച ഹറാമിലൂടെയാണെങ്കിൽ ആ ശരീരം നരകത്തിന് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹറാമാണ് അവന്റെ ജീവിതത്തിലുള്ളത്, ഹറാമിലാണ് അവൻ സമ്പാദിച്ചത്, അവൻ ഹറാം മാത്രമേ അവൻ ചിലവഴിച്ചിട്ടുള്ളൂ, അവന്റെ ഉള്ളിലേക്ക് പോയതെല്ലാം ഹറാമാണ് എങ്കിൽ ആ ശരീരം ഉണ്ടല്ലോ അത് നരകത്തിന് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ള മുഅ്മിനേ, ഞാനും നിങ്ങൾ ചിന്തിക്കണേ. പള്ളിയിൽ 5 വക്ത് നമസ്കാരം ഞാനും നിങ്ങൾ നിസ്കരിക്കാറില്ലേ? മുസ്ലിമേ, ഹറാമായ സമ്പത്ത്, ഹറാമായ ഭക്ഷണം നമുക്ക് വേണ്ട, അങ്ങനെ ഭക്ഷണമേ നമുക്ക് വേണ്ട, ഹറാമായ സാധനത്തിന്റെ പൈസയോ നമുക്ക് വേണ്ട. അത് ഏത് വകുപ്പുള്ള സാധനമാട്ടെ, ലഹരിയാവട്ടെ, ഏത് ഹറാമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ അതാവട്ടെ, അങ്ങനെ സമ്പാദിച്ചൊരു സമ്പാദ്യം എന്റെ പോക്കറ്റിലോ എന്റെ മക്കളുടെ വയറ്റിലേക്കോ വേണ്ട എന്നുള്ള തീരുമാനം ഞാനും നിങ്ങളും എടുത്തില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ ദുആയും അല്ലാഹു സ്വീകരിക്കൂല. സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപോലെ നിന്റെ സമ്പാദ്യം, നിന്റെ ഭക്ഷണം ഹലാലാക്കണം. അത് ഹലാലിൽ നിന്ന് മാത്രമേ, ശുദ്ധമായത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. കച്ചവടം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കുന്നതാണ് കച്ചവടം. പക്ഷെ കച്ചവടം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. ഹറാമിന്റെ ഏതെങ്കിലും മുതൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ രാവിലെ കൂലിപ്പണിക്ക് പോകുന്നു, അവൻ ജോലി ചെയ്യുന്നു, വൈകുന്നേരം തിരിച്ചു മടങ്ങി വരുന്നു. എത്രയോ സുന്ദരമായ, എത്രയോ പരിശുദ്ധമായ സമ്പത്തുകൊണ്ടാണ് അവൻ മടങ്ങി വരുന്നത്. യാതൊരു പ്രശ്നവും അതിലൂടെ ഉണ്ടാവില്ല. ഹറാം പല ഭാഗത്തോട് കടന്നു വരും, ഒരുപാട് ചർച്ചയാണ് വിഷയമാണ്. യതീമിന്റെ സമ്പത്ത് നമ്മളിലേക്ക് കടന്നു വരും. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ അനിയന്റെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും, ജ്യേഷ്ഠനോ അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ ആ മക്കളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ മക്കളുടെ സമ്പത്തിൽ നമ്മൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ സമ്പാദ്യം ഹറാമാണ്. ആ സമ്പാദ്യത്തിന് അർഹതപ്പെട്ടതായ യതീം മക്കളാണ്. നമ്മൾ ഒരിക്കലും അതിന് അർഹതപ്പെട്ടതല്ല. അതിപ്പോ തോട്ടമായിരിക്കും, തോട്ടം നോക്കി പൈസ എടുക്കുന്ന നമ്മളായിരിക്കും. അതിന്റെ പൈസ ആർക്കാ വേണ്ടത്? നമുക്ക്.
ഞാനല്ല മക്കളെ നോക്കുന്നത്, ജ്യേഷ്ഠന്റെ മക്കളല്ലേ, അല്ലെ അനിയന്റെ മക്കളല്ലേ, ഞാനല്ല അവന്റെ മക്കളെ നോക്കുന്നത്. അതുകൊണ്ട് ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പൈസ എനിക്കെടുക്കാം. ഹറാം. അല്ലാതെ യതീംഖാനയിൽ നടക്കുന്ന പിരിവിന്റെ മാത്രമല്ല. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്, ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ നിസാ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യഖൂലൂന അംവാലൽ യതാമാ വൽമാ ഇന്നമാ യഖൂലൂന ഫീ ബുതൂനിഹിം നാറാ. യതീമിന്റെ സമ്പത്ത് അപഹരിച്ചെടുത്ത് ഭക്ഷിക്കുന്നവരുണ്ടല്ലോ, അവന്റെ വയറ്റിലേക്ക് തീനാളമാണ് നിറയ്ക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നയിക്കുക. വസയസ്ലൗന സഈറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലേക്കാണ് യാത്രയാക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും എന്ത് ചെയ്യണം? ഇതിനെ സൂക്ഷിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു ജ്യോത്സ്യം പണി ചെയ്തു. എനിക്ക് വലിയ ജ്യോത്സ്യം ചെയ്യാനൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ചതിച്ചുകൊണ്ടാണ് ആ ജ്യോത്സ്യം പണി ചെയ്തത്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന് കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എന്നിലേക്ക് കുറച്ച് ദിർഹം, കുറച്ച് പൈസ തന്നു, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം തന്നു. അതിൽ നിന്ന് ഞാൻ കഴിച്ചു. അതെനിക്ക് അർഹതപ്പെട്ടതല്ല, ഹറാമിലൂടെ ഞാൻ ഉണ്ടാക്കിയ പൈസയാണ്. പക്ഷേ ഞാൻ അത് കഴിച്ചുപോയി. അതിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് ഹറാമിന്റെ മുതലാണെന്ന് അറിഞ്ഞ ശേഷം ഫഅദ്ഖല അബൂബക്കർ യദഹു ഫഖഅ കുല്ലു ഷൈഇൻ ഫീ ബത്നിഹി. അവിടുന്ന് കൈവിരൽ തന്റെ വായിലേക്ക് ഇട്ടിട്ട് വയറ്റുള്ള മുഴുവൻ ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയാണ്. അത്രത്തോളം ഗൗരവം സ്വഹാബത്ത് കാണിച്ചിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, ഹറാമായ ഒരു ദാനത്ത്, അതായത് ഒരു ദിർഹമിന്റെ 1/6 ഒഴിവാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗ്ഗത്തിൽ 1,00,000 ദിർഹം ചിലവഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഒരു ദിർഹമിന്റെ 1/6 അത് ഹറാമാണ് എങ്കിൽ അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. സഹാബത്ത് അവരുടെ ജീവിതത്തിൽ അവർ കച്ചവടം ചെയ്തവരായിരുന്നു, ജോലി ചെയ്തവരായിരുന്നു, മറ്റുള്ളവരുമായിട്ട് ഇടപെടുകയായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ഹലാലായ സമ്പത്ത് മാത്രം അധ്വാനിക്കാൻ അവർ നോക്കിയിട്ടുള്ളൂ. ഹറാം കടന്നു വരാതെ, ഹറാം സ്വന്തം ജീവിതത്തിൽ, സ്വന്തം മക്കളിലും സ്വന്തം കുടുംബത്തിലും കടന്നു വരാതെ അവർ അവരെപ്പോഴും സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ സൽക്കർമ്മം ചെയ്യാനും അല്ലാഹുവിലേക്ക് അടുക്കാനും സാധിച്ചത്. മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല പറയുന്നു, സംശയമുള്ള ഒരു ദിർഹം വേണ്ടെന്ന് വെക്കലാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ 6,00,000 ദാനം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് സംശയമുള്ള ഒരു ദിർഹം, 1 രൂപയായിരിക്കും. അത് എന്റെയാണോ, എന്റെ പോക്കറ്റിൽ നിന്ന് പോയതായിരിക്കും, എടുത്തേക്കാം. അത് നമ്മൾ ഒഴിവാക്കും. എന്റെ പൈസയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവന്റെ പൈസയാണ് നമ്മൾ എന്ത് ചെയ്യും? ആ നാളെ 1 രൂപ കൊണ്ട് അവിടെ വരേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല 1 രൂപ കൊണ്ട് കഴിച്ച് അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കില്ല. വയറ്റിൽ കിടക്കുന്ന ഹറാമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ഹറാമായ സമ്പാദ്യം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് തൊട്ടും, ഹറാം ഉപയോഗിക്കുന്നതിന് തൊട്ടും, ഹറാം വിറ്റഴിച്ചുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നതിന് തൊട്ടും പരിപൂർണമായിട്ട് ഒഴിഞ്ഞു നിൽക്കണം. അങ്ങനെ നിന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിട്ട് അല്ലാഹു ജീവിതത്തിൽ ബർക്കത്ത് നൽകൂല, രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല, മൂന്നാമതായിട്ട് നിന്റെ നിസ്കാരവും നിന്റെ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്.